മഹാവിഷ്ണുവിന്റെ അവതാരമായ ഹയഗ്രീവന്റെ കഥ അറിയാമോ? ഒരിക്കൽ അസുരനായ ഹയഗ്രീവൻ അതികഠിനമായ തപസ്സിലൂടെ ദുർഗദേവിയിൽ നിന്നും മറ്റൊരു ഹയഗ്രീവൻ മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കൂ എന്ന ഒരു വരം നേടി. വരസാഫല്യത്തിൽ അഹങ്കാരിയായ ഹയഗ്രീവൻ ദേവന്മാരെയും മുനിമാരെയും ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. അസുരന്റെ ഉപദ്രവങ്ങളിൽ പൊറുതിമുട്ടിയ അവർ ഭഗവാൻ വിഷ്ണുവിന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചു. ഹയഗ്രീവനുമായി ഘോരയുദ്ധത്തിൽ വിഷ്ണു ഏർപ്പെട്ടു. എങ്കിലും ബലവാനായ ആ അസുരനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ദളർന്നവശനായ ഭഗവാൻ വൈകുണ്ഠം പോകി പദ്മാസനത്തിൽ യോഗനിദ്ര ആരംഭിച്ചു. തന്റെ വില്ലിന്റെ അറ്റത്ത് തല ചായ്ച്ചുവെച്ചുകൊണ്ടായിരുന്നു യോഗനിദ്ര. ഭയവിഹ്വലരായ ദേവന്മാർ വിഷ്ണുവിന്റെ അടുത്ത് വീണ്ടും വന്നു. എന്നാൽ അവരുടെ മുറവിളികൾക്ക് ഭഗവാനെ നിദ്രയിൽ നിന്നും ഉണർത്താൻ ആയില്ല. ഒടുവിൽ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു. അങ്ങനെ ബ്രഹ്മാവ് ചിതലുകളെ സൃഷ്ടിച്ചു. അവയോട് ഭഗവാന്റെ വില്ലിന്റെ ഞാൻ കടിച്ചു മുറിച്ചു. നിദ്രയ്ക്ക് ഭംഗം വരുത്താൻ ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. ചിതലരിച്ച് ഒടുവിൽ ഞാൻ മുറിഞ്ഞു. ദിഗന്ധങ്ങൾ പിളരുന്ന ശബ്ദത്തോടെ അതിശക്തമായി പൊട്ടിയ ഞാണിന്റെ തലപ്പ് ഭഗവാന്റെ ശിരസും ഛേദിച്ചു. പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ രക്ഷയ്ക്കായി അഭയം പ്രാപിച്ചു. അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടയായ ദേവി ഇങ്ങനെ അരുളി ചെയ്തു: കാര്യകാരണങ്ങളില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സംഭവിക്കില്ല. ഹയഗ്രീവന് ഞാൻ നൽകിയ വരപ്രകാരം മറ്റൊരു ഹയഗ്രീവന് മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ. ഇപ്പോൾ ആ മുഹൂർത്തം സമാഗമമായിരിക്കുന്നു. ഭഗവാന്റെ അറ്റുപോയ ശിരസിന്റെ സ്ഥാനത്ത് ഒരു കുതിരയുടെ തല പിടിപ്പിക്കുക. ദേവന്മാർ അപ്രകാരം ഒരു വെള്ളക്കുതിരയുടെ തല വിഷ്ണുവിന്റെ കഴുത്തിൽ പിടിപ്പിച്ചു. ബ്രഹ്മദേവൻ ജീവനും നൽകി. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഭഗവാൻ ഹയഗ്രീവൻ എന്ന അസുരനെ യുദ്ധത്തിൽ ഏർപ്പെടുകയും അവസാനം അസുരനായ ഹയഗ്രീവനെ വധിച്ചു.